ഈ FMSന്റെ അധികം ക്രൗളേഴ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ FMSന്റെ ഒരു ബാഷർ എന്ന് പറയുമ്പം ഇത്രയും അടിപൊളിയായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്റ്റ് പോലും ചെയ്തില്ല. ഇതാണ് FMSന്റെ F100. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ 1/10 സ്കെയിൽ വരുന്ന ഒരു കിടിലം പോലത്തെ ബാഷർ. വണ്ടി നമ്മളെ ഫോർഡിന്റെ വണ്ടിയുടെ ലുക്കിലാണ് വരുന്നത്. ഇതിന്റെ വേറെയും കുറെ കളേഴ്സ് ഉണ്ട്, ബ്രൗണും അങ്ങനെ വേറെ ഏതെല്ലോ കളേഴ്സ് ഉണ്ട് തോന്നുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് ബ്ലാക്ക് ആണ്. കറുപ്പ് കളറിന്റെ ലുക്ക് വേറെ ഒരു വണ്ടിക്കും കിട്ടില്ല. വണ്ടി ബാഷർ ആയതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ പരിപാടികളൊന്നുമില്ല. നമ്മളെ ബാഷേഴ്സിലെല്ലാം പൊതുവേ വരുന്ന പോലത്തെ ഒരു ബോഡിയാന്ന് വന്നിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റും കാര്യങ്ങളിലായിട്ട് എടിയും കൊണ്ട് ഇടിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഡാമേജ് ആകാത്ത രീതിയിൽ ഇമ്പാക്റ്റും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ബോഡി. പിന്നെ വണ്ടിയിൽ വേറെ ലൈറ്റും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് വണ്ടി ബോഡി ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ 4 സസ്പെൻഷനും ഓയിൽ സസ്പെൻഷനാണ്. ഈ വണ്ടി സ്റ്റെപ്പും കാര്യങ്ങളിലും ഇറങ്ങി വരുന്ന കാണണം നിങ്ങൾ. ഒന്നൊന്നര ലുക്കാണ്. വണ്ടീൻ്റെ സസ്പെൻഷനും പരിപാടികളിലും ഓയിൽ ഫിൽഡ് സസ്പെൻഷൻ ആയിട്ടാ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് വണ്ടിക്ക്. ടയർ നല്ല ബലൂഡ് പോലത്തെ ടയറായിട്ടാ. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഞെങ്ങിപ്പോവും. വണ്ടിക്ക് വെയിറ്റ് പൊതുവെ കുറവാണ്. നമുക്ക് എന്താ പറയുക, ഈ ഒരു സൈസിനുള്ള വെയിറ്റ് വണ്ടിക്കില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റാ. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഡാമേജും കുറവാണ്. പൊതുവേ ഇങ്ങനത്തെ ബാഷേഴ്സിന് വെയിറ്റ് അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ട് വീഴുന്ന ഇമ്പാക്ട് നല്ലോണം ഡാമേജ് വരും. ബാക്കിൽ എക്സ്ട്രാ വീലും പരിപാടിയെല്ലാം വന്നിട്ടുണ്ട്. ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വീല് അടിച്ചിട്ട് പോകും. മറിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ വീലും പരിപാടിയെല്ലാം വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലപോലെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇങ്ങനത്തെ ബാഷേഴ്സും കാര്യങ്ങളും ഓടിക്കുമ്പോൾ നിങ്ങൾ ഈ എക്സ്ട്രാ വീലുണ്ടെങ്കിൽ അത് എന്തായാലും ഇടണം. കാരണം പൊതുവേ നമ്മളെ കാർ ഇങ്ങനെ വന്ന് ജമ്പും കാര്യങ്ങളിലും എടുത്തിട്ട് ഈ ബാക്ക് കൊണ്ടേ കുത്തിക്കഴിഞ്ഞാൽ ഈ ഇമ്പാക്ട് ഫുള്ളി ഈ വീലെടുത്തോളൂ. ഈ വീലില്ലെങ്കിൽ നേരെ ചേസിയിലേക്കായിരിക്കും ഡാമേജ് പോകുന്നത്. അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് വണ്ടിയുടെ പുറത്ത് വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഉള്ളിലേക്ക് പോവാം. വണ്ടി ഊറണമെങ്കിൽ 4 സൈഡും ക്ലിപ്പ് വന്നിട്ടുണ്ട്. അത് ആ ക്ലിപ്പ് എവിടെയും തെറിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ റബ്ബറിൻ്റെ അകത്ത് അറ്റാച്ചും ചെയ്ത് ഇത് ഇങ്ങനെ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഉള്ളിലത്തെ പരിപാടി. നമ്മൾ ആ ബോഡി കാണുമ്പോൾ വിചാരിക്കും ഉള്ളിൽ വലിയൊരു ചേസിയോ അതുപോലെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. നമുക്കിതാ ഈ കൈനെ കൊണ്ട് ഇങ്ങനെ പിടിക്കാനാണ്. വണ്ടീൻ്റെ ചേസീൻ്റെ അത്രയും വലുപ്പമൊന്നും ഉള്ളിലില്ല. ജസ്റ്റ് ഒരു നീളത്തിലൊരു ചേസി വന്നിട്ടുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് ആട്ടാ. മെറ്റലും പരിപാടികളെല്ലാം കുറവാണ്. ഉള്ളിൽ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കിടിലം പോലത്തെ സർവോ വന്നിട്ടുണ്ട്. സർവോ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു കിടിലം പോലത്തെ സർവോയിലേക്ക് പോകുന്ന വയറും കാര്യങ്ങളിലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സീലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ റിസീവർ വന്നിട്ടുണ്ട്. 3300 mAh ബാറ്ററി വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ കിട്ടും. ഈ വണ്ടീനകത്ത് 3S ഇട്ടിട്ട് ഓടിക്കാൻ പറ്റില്ല. 3S ഇട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കുറെ പണി കിട്ടും. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു റിസീവറും പിന്നെ നമ്മളെ ബ്രഷ്ഡ് മോട്ടറും വന്നിട്ടുണ്ട്. വണ്ടീന്റെ മോട്ടർ ബ്രഷ്ഡ് ആണ് കേട്ടോ, ബ്രഷ്ലെസ് അല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെള്ളത്തിൽ ഇറക്കിയിട്ട് ഫുള്ളായിട്ടൊന്നും ഇറക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. വണ്ടി അത്യാവശ്യം വെള്ളത്തിലൂട്ടിയിൽ ഓടിക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഫുള്ള് നമ്മൾ ഈ ബ്രഷ്ലെസ് മോട്ടർ ഓടിക്കുന്ന പോലെ ഫുള്ള് വെള്ളത്തിൽ ഇറക്കിയിട്ട് ഓടിക്കാൻ പറ്റില്ല. വണ്ടിയിൽ വരുന്നത് ബ്രഷ്ഡ് മോട്ടറാണ്. റിസീവറിന്റെ ഇപ്പുറത്ത് തന്നെ വാട്ടർ പ്രൂഫിംഗിൽ സ്വിച്ചും വന്നിട്ടുണ്ട്. വണ്ടി റിയർ വീൽ ഡ്രൈവ് ആണ്. പൊതുവേ ബാഷേഴ്സ് എല്ലാം 4 വീൽ ഡ്രൈവാണ് വരുന്നത്. പക്ഷെങ്കിൽ ഈ വണ്ടി റിയർ വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ട് വീലിലേക്ക് വേറെ കണക്ഷനും പരിപാടികളൊന്നുമില്ല. കംപ്ലീറ്റ്ലി റിയർ വീലിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പീഡും കാര്യങ്ങളും കുറച്ച് കുറവാണ്. റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മണ്ണും തന്നെ കുറച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാനെല്ലാം ഭയങ്കര രസമായി വണ്ടി. വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആണ് കേട്ടോ. പക്ഷേങ്കിൽ ഇവർക്ക് ഈ 3S കൂടി കൊടുക്കണം. 3S കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി പറക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഉള്ളിൽ പറയാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ റിമോട്ട് എടുക്കാം. ഇതാണ് ഇതിന്റെ റിമോട്ട്. FMSന്റെ ക്രൗളേഴ്സിലും കാര്യങ്ങളിലൊന്നും കണ്ടുവരുന്ന പോലത്തെ റിമോട്ട് അല്ല. ഇവിടെ ഒരു കവറിംഗ് ഉണ്ട്. ഇത് പൊക്കാണെങ്കിൽ നമ്മളെ കുഞ്ഞു ബട്ടൺസ് വന്നിട്ടുണ്ട്. നമ്മളെ നോർമലി ഉള്ള അതുപോലെ സ്റ്റിയറിംഗ് ട്രിം, ത്രോട്ടിൽ ട്രിം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, സ്റ്റിയറിംഗ് ഇൻവേർട്ട് ചെയ്യാനും ത്രോട്ടിൽ ഇൻവേർട്ട് ചെയ്യാനും അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം ഈ റിമോട്ടിന്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ നമ്മളെ ക്രൗളേഴ്സിന്റെ എല്ലാം ഗിയർ മാറ്റുന്ന പോലത്തെ ഒരു ബട്ടണും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണും വന്നിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി വണ്ടീൻ്റെ അകത്ത് ലൈറ്റും പരിപാടികളും ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയുള്ള ബട്ടൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ത്രോട്ടില് സ്റ്റിയറിങ് വേറെ കുഴപ്പമൊന്നുമില്ല. കാണാനെല്ലാം നല്ല രസമുണ്ട്. റിമോട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ ക്ലോക്കിലിടുന്ന 3A ബാറ്ററി. ഉള്ളിലാണ് പവർ ബട്ടൺ വന്നില്ല. ഉള്ളിലുള്ള ഈ ഒരു ബട്ടൺ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ റിമോട്ട് ഓണായി. അതുപോലെ നമ്മളെ കാറിൻ്റെ അകത്തുള്ള പവർ ബട്ടൺ ബാക്കിലാട്ടാ. കാർ ഓണാക്കി കാണിച്ചു തരാം. ബാറ്ററി കണക്ട് ചെയ്ത്
ടയറിന് അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസും പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വളക്കാനെല്ലാം പറ്റും. അപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് പുറത്ത് പോയിട്ട് ഓടിച്ചു നോക്കാം. ബാഷേഴ്സെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കിത് പുറത്ത് കൊണ്ടുപോകാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയല്ലേ നമ്മളെ വണ്ടീനെ പറ്റി പറയാനുള്ളൂ. വണ്ടീൻ്റെ റേറ്റ് വരുന്നത് 22,000 രൂപയാണ്. 22,000 രൂപയ്ക്ക് ഇതിലും കിടിലും ബാഷർ വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല സ്കെയിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്ന നമ്മൾ ഓസി ടോയ്സ് ആട്ടെ. ഇവരെ തമ്മിൽ വേറെയും കുറേ വണ്ടികളുണ്ട്. ഇവരെ വെബ്സൈറ്റ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.